കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. ഈ ദിവസങ്ങളിൽ അല്പം മാനസികമായ സംഘർഷങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു ലൈവിൽ വരുവാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ഇന്ന് ഇപ്പോൾ ഞാൻ ഒരു ലൈവിൽ എന്നല്ല, റെക്കോർഡ് ചെയ്ത മെസ്സേജാണ്. ലൈവിൻ്റെ നെറ്റ് എക്സ്ട്രീംലി സ്ലോ ആണ്. ഞാൻ ഈ സുവിശേഷത്തിൻ്റെ അന്തസത്തയിലെ അതിപ്രധാനമായിരുന്ന 4 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നു: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. പൗലോസ് കൊരിന്ത്യരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു: യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനായ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വം എങ്കിലും വിശ്വസിക്കുന്നവരായ എല്ലാവർക്കും ദൈവശക്തിയായ സുവിശേഷം തന്നെ. എന്താണ് ഈ സുവിശേഷം എന്ന് ചോദിച്ചാൽ, വളരെ ലളിതമായി പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു. എന്താണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ അന്തർലീനമായിട്ടുള്ള സുവിശേഷം? അത് യേശു ക്രിസ്തുവിൻ്റെ ജനനം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം, യേശു ക്രിസ്തുവിൻ്റെ സംസ്കാരം, യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം, ക്രിസ്തുവിൻ്റെ പുനരാഗമനം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പറയുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതമുണ്ട്, അവിടുത്തെ മരണമുണ്ട്, അടക്കമുണ്ട്, പുനരുദ്ധാനമുണ്ട്, പുനരാഗമനമുണ്ട്. ഇത്രയും കാര്യങ്ങൾ തീർത്ത് പറയുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം സമ്പൂർണ്ണമാകുന്നത്. ഈ കാര്യങ്ങൾ പറയാതെ ലോകത്തിലെ ഒരു വാർത്തയും വർത്തമാനവും പറഞ്ഞാലും അതിനെ വെറും തത്വജ്ഞാനവും വാഞ്ഛനയും എന്നാണ് പൗലോസിന്റെ ഭാഷയിൽ പറയാൻ കഴിയുക. ഈ സുവിശേഷം അതിപ്രധാനമായും ആവശ്യമായിരിക്കുന്നത് പാപികൾക്കാണ്. ആരാണ് പാപികൾ എന്ന് വചനം പറയുന്നു? എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശ ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അതിൽ യഹൂദനെന്നില്ല, യവനെന്നില്ല, എല്ലാവരും ഒരുപോലെ ദൈവദൃഷ്ടിയിൽ പാപികളാണ്. എല്ലാവരും ദൈവദൃഷ്ടിയിൽ ഒരുപോലെ പാപികളായിരിക്കുമ്പോൾ എല്ലാവരുടെയും പാപത്തിന് പരിഹാരം വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനിവാര്യത. അതെങ്ങനെ സാധിക്കും? വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പാപിയായ മനുഷ്യന് സ്വതവേ തൻ്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. കാരണം പാപരഹിതനായ ഒരു വ്യക്തിക്ക് മാത്രമേ പാപിയായ മനുഷ്യൻ്റെ പാപപ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. പാപിയായ മനുഷ്യൻ്റെ പാപപ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ പാപരഹിതനായ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് വരുമ്പോൾ, അങ്ങനെ വിശ്വചരിത്രത്തിൽ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് വേറെ ആരുമില്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു തന്നെ പരക്കെ വിമർശിച്ച പരീക്ഷ പക്ഷത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു: നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും? അവിടുത്തെ ജനനം പരിപാവനമായിരുന്നു. അതാ ലൂക്കോസ് 1:37 വായിക്കുന്നത്, പരിശുദ്ധാത്മാവിനാലുള്ള ജനനം. അവിടുത്തെ ജീവിതം പരിപാവനമായിരുന്നു. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ജീവിതത്തിൽ പാപത്തിൻ്റെ കണിക അല്പമെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. തൻ്റെ ശത്രുക്കൾ പോലും അവൻ്റെ പാപരാഹിത്യത്തിന് സാക്ഷ്യം പരസ്യമായി പറഞ്ഞവരാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളിലും തൻ്റെ ഉപദേശങ്ങളിലുമെല്ലാം പാപരഹിതമായ ജീവിതത്തിൻ്റെ പ്രസന്നത നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചതും പാപരഹിതനായിട്ടാണ്. കാരണം അവനെ വിസ്തരിച്ച പീലാത്തോസ് വളരെ വ്യക്തമായി പറഞ്ഞു: ഞാൻ അവനെ വിസ്തരിച്ചിട്ടും മരണത്തിന് യോഗ്യമായ ഒരു കുറ്റവും അവൻ ചെയ്തതായി ഞാൻ കാണുന്നില്ല. അവൻ പാപരഹിതനാണെന്ന് തൻ്റെ മരണത്തിലും സാക്ഷ്യം പ്രാപിച്ചു. അതിനുശേഷം കർത്താവായ യേശു ക്രൂശിന്മേൽ
മരിച്ചു. നമ്മുടെ എല്ലാവരുടെയും പാപം ചുമന്നുകൊണ്ട്, അതായത് മനുഷ്യവർഗത്തിന്റെ ഈ ആദാമുള്ള ഇതപര്യന്തമുള്ള സകല മനുഷ്യന്റെയും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെയും, ഇനിയും വിദൂര ഭാവിയിൽ ജനിച്ച് ജീവിക്കുവാനുള്ള മനുഷ്യരുടെയും പാപങ്ങളെ തൻ്റെ ചുമലിൽ ഏകനായി ചുമന്നുകൊണ്ടാണ് ക്രൂശുമരം ചുമന്ന ഗോൽഗോദായിലേക്ക് പോയി അവൻ പാപികൾക്ക് വേണ്ടി യാഗമായി ഭവിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവലിലെ ഈ യാഗമരണം കൊണ്ട് പാപത്തിന് ശാശ്വതമായ പരിഹാരം ദൈവം വരുത്തി. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, പാപത്തിന്റെ വിഷത്തെ നീക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്താണ് ഹേ മരണമേ നിന്റെ വിഷം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പൗലൂസ് ചോദിക്കണമല്ലോ. നിന്റെ ജയമെവിടെ? നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷം അല്ലെങ്കിൽ പാപത്തിന്റെ വിഷം എന്ന് പറയുന്നത് മരണമാണ്. അതായത് പാപം നിമിത്തം മരണമുണ്ടാകുന്നു. അപ്പൊ പാപം നിമിത്തം മരണമുണ്ടാകുന്നെങ്കിൽ പാപമാകുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തെയും കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ വിഷമേറിയ പാമ്പുകളുണ്ട്. ഇപ്പോൾ ഈ വൈപ്പർ എന്നൊക്കെ പറയുന്ന പാമ്പുകൾ, അണലി, അതിരൂക്ഷമായ വിഷമുള്ളവും 360 ഡിഗ്രിയിൽ അതിൻ്റെ കഴുത്ത് വളച്ച് ജീവജന്തുക്കളെയോ മനുഷ്യയോ ഒക്കെ ധ്വംസിക്കാൻ കഴിവുള്ളതുമായിട്ടൊരു പാമ്പാണ്. രാജവെമ്പാല വിഷമേറിയ പാമ്പാണ്. ശംഖുവരയൻ വിഷമേറിയ പാമ്പാണ്. അപ്പോൾ ഇതൊക്കെ വലിയ വിഷം കൂടിയ പാമ്പുകളാണ്. ഈ പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ഈ പാമ്പുകളുടെ വിഷം സിരയിൽ പ്രവേശിച്ചിട്ട് രക്തധമനികളെ അത് തളർത്തുകയും നാഡീവ്യൂഹങ്ങളെ തളർത്തുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ പാമ്പിൻ്റെ വിഷത്തിന് കൊടുക്കുന്ന ആൻറ്റിവെനം പാമ്പിൻ്റെ വിഷം തന്നെയാണ്. അതാണ് എന്താ വിഷം. എനിക്കതിനെക്കുറിച്ച് ഏറിയ കാലത്ത് അറിയാൻ വയ്യായിരുന്നു. പാമ്പിൻ്റെ വിഷം കുത്തിയെടുത്ത് കുതിരയുടെ നരമ്പിൽ അത് കുത്തിവെച്ച് ആൻറ്റിവെനം അവിടെ വെച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ ശേഖരിച്ച് അതാണ് പാമ്പൻ വിഷത്തിന് പ്രതിപകരമായി നൽകുന്നത്. അത് നൽകുമ്പോൾ പാമ്പ് കടി ഏറ്റവൻ രക്ഷപ്പെടും, ജീവന്റെ ആയുസ് ദൈവം വെച്ചുള്ളവനാണെങ്കിൽ. അതുകൊണ്ടാണ് പണ്ട് ഒരു മനോഹരമായ പാട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറയിൽ എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയാൻ വയ്യ. മധുരം മധുരം മനോഹരം തൻ തേനിലും മധുരം തിരുവചനം. അതിനകത്തൊരു സ്റ്റാൻസ, രിപുവാം പാമ്പിൻ ധ്വംസനമേറ്റു മരിച്ചവരെല്ലാം ഉയരേകും. അതാണ് ശത്രുവായ പാമ്പിന്റെ കടിയേറ്റ് മരിച്ചവർക്കെല്ലാം അത് ജീവൻ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ വാസ്തവത്തിൽ പാപത്തിന്റെ വിഷം എന്ന് പറയുന്നത് മരണമാണ്. ആ മരണവിഷത്തെ നമ്മിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ പാപത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിനെന്താ ചെയ്യേണ്ടേ? മരണവിഷത്തെ മാറ്റുവാൻ, പാമ്പിൻ വിഷത്തെ നീക്കുവാൻ പാമ്പിന്റെ വിഷം കുത്തിവെക്കുന്ന പോലെ മരണവിഷത്തെ നീക്കുവാൻ മരണം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? മരണമില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി മരണം ആസ്വദിച്ചവനായി തീർന്നു. അങ്ങനെയാണ് എബ്രായറിൽ വായിക്കുന്നതെങ്കിലും എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ അല്പകാലത്തേക്ക് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച ഭവിച്ചവനായ ഈ യേശുവിനെ മരണം അനുഭവിച്ചതുകൊണ്ട് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. കർത്താവായ യേശു പാപത്തിന്റെ മരണവിഷം നമ്മിൽ നിന്ന് നീക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരണമില്ലാത്ത ദൈവത്തിന് പുത്രൻ മരിക്കാൻ കഴിയുന്ന ഒരു ശരീരം സ്വീകരിച്ച് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് തൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തെ എന്നേക്കുമായി നിർവീര്യമാക്കി. ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന ചോദ്യത്തിന് ഇതാ കാൽവറിലെ ക്രൂശിൽ ആ മരണത്തെയും അതിൻ്റെ വിഷപ്പല്ലിനെയും കർത്താവ് എന്നേക്കുമായി ഇല്ലാതെയാക്കി. അതുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചു എന്ന് മാത്രമല്ല, പുനരുത്ഥാനത്തിന്റെ പുത്തൻ പ്രഭാതത്തിൽ യേശു ക്രിസ്തു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കയാൽ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റ് വന്നു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി പുനരുത്ഥാനത്തിന്റെ പ്രഭയാൽ നമുക്ക് പുതുജീവൻ പ്രദാനം ചെയ്തു. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർ മതം മാറുകയല്ല, അവരുടെ ഹൃദയം മാറുകയാണ്.
എന്താണ് ഈ ഹൃദയത്തിന്റെ മാറ്റം? പാപത്തിന്റെ വിഷം പേറുന്ന ഹൃദയം മാറി ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിത്യജീവന്റെ പങ്കാളിത്തം അവരുടെ ഹൃദയങ്ങളിലേക്ക് വഹിക്കുന്നു. സുവിശേഷത്തിൽ ഈ സത്യമുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുവിശേഷം പറഞ്ഞ സാധാരണ നിലയിൽ ഇന്നത്തെ ആളുകൾ അങ്ങ് അവസാനിപ്പിക്കും. എൻ്റെയൊക്കെ ബാല്യകാലത്ത് പ്രഗത്ഭന്മാരാകുന്ന ദൈവദാസന്മാർ സുവിശേഷം അറിയിക്കുന്നുണ്ടായിരുന്നു. അവർ സുവിശേഷം പ്രസംഗിച്ച് അതിൻ്റെ ഒടുവിൽ പറയും, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക വേണം. സ്നാനം രക്ഷയ്ക്ക് ഒരു ഉപാധിയല്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പഴയ മനുഷ്യനെ അവൻ്റെ രാഗമോഹങ്ങളിലൂടെ സംസ്കരിക്കുക, പുതിയ മനുഷ്യൻ്റെ തേജസ്സിൽ നടക്കുക എന്നുള്ളത്. ആ ക്രിസ്തുവിനോട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വിശ്വാസ സ്നാനം. കർത്താവായ യേശു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്നാനപ്പെടാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുന്നല്ല, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്നാനപ്പെടാത്തവൻ അനുസരണക്കേടുള്ള ശിക്ഷ പ്രാപിക്കും. ആരാണ് സ്നാനപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച വിശ്വാസികളാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കേണ്ടത്. പ്രിയ സുഹൃത്തെ, നിങ്ങളും ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനെ പോലെ പാപിയായ ഒരു മനുഷ്യനാണ്. നിങ്ങളുടെയും കൂടെ പാപത്തിൻ്റെ മരണവിഷം നീക്കുവാനാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം നമ്മുടെ പാപത്തിന് ശാശ്വതമായ പരിഹാരമാണ്. ഈ പരിഹാരം ക്രിസ്തുയേശുവിൽ നമുക്ക് പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച്, കർത്താവെ, എൻ്റെയും കൂടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചതും ഉയർത്തെഴുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഏത് വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ തങ്ങളുടെ വിശ്വാസം അർപ്പിക്കുമോ അവർക്ക് പാപമോചനം എന്ന് വീണ്ടും ലഭിക്കും. അവർ നിത്യജീവന്റെ പങ്കാളിയായിത്തീരും. സുവിശേഷത്തിന്റെ അന്തസ്സത്ത ഇതാണ്. ആ അന്തസ്സത്ത അവരുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോൾ പാപം നീങ്ങി, അതായത് ശിക്ഷാവിധി നീങ്ങി, നിത്യജീവനുള്ളവരായി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഇടയായിത്തീരും. സ്വർഗത്തിലെ ദൈവം എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങനെയുള്ള ഒരു സൗഭാഗ്യ ജീവിതാനുഭവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.